ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവമണ്ടൂർ അമ്പലത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ തിരുവമണ്ടൂർ എന്ന സ്ഥലത്തെ അമ്പലമാണ് ഇത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുവാണ്, 51 ദിവസത്തെ സപ്താഹം. ഗായ്സ്, ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അടുത്തൊരു സ്കൂളായ തിരുവമണ്ടൂർ ഹൈസ്കൂളിലെ ചിത്രരചന അധ്യാപകനായ വ്യക്തിക്ക് ഒരു സ്വപ്നദർശനം കിട്ടി. തിരുവമണ്ടൂർ ക്ഷേത്രത്തിന് ഏകദേശം പിന്നിൽ കുറച്ചടുത്തായി ഒരു കൃഷ്ണവിഗ്രഹം കിടക്കുന്നതായിട്ട്. അദ്ദേഹം 51 ദിവസത്തെ സമബലമായി ഗോശാല കൃഷ്ണന്റെ വിഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്നും ആ ഓർമ്മയ്ക്കായി 7 സപ്താഹങ്ങൾ 49 ദിവസം അടങ്ങുന്ന 51 ദിവസത്തെ ഉത്സവം ഇവിടെ ഒരു പ്രത്യേകതയാണ്. ഈ 51ാമത്തെ ദിവസമാണ് ഗജമേള ഇവിടെ ആഘോഷിക്കുന്നത്. ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് 50 ദിവസമായി. അപ്പം ഇന്ന് 50ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഇവിടെ വലിയൊരു സമൂഹ സദ്യ ഉള്ളത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഭഗവാന്റെ മുമ്പിൽ നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന ചോറ് വെച്ച് ഭഗവാനെ കാണിക്കുകയാണ്. പിന്നെ വിഭവങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ നീതിക്കുന്നതാണ്. കുറച്ച് വിഭവങ്ങളൊക്കെ കട്ടായിപ്പോയി അമ്മ വീഡിയോ എടുത്തപ്പം. അപ്പം നിങ്ങൾ കാണുന്ന ഭഗവാന്റെ മുമ്പിൽ വിഭവങ്ങളെല്ലാം നീതിക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം ആ സമൂഹ സദ്യ കഴിക്കാൻ വന്നിരിക്കുന്ന ജനങ്ങളാണ്. ഇത് തറയിലിരുന്ന് കഴിക്കണമെന്നാണ്, നിലത്തിരുന്ന് കഴിക്കണമെന്നാണ് പറയുന്നത്. സാധാരണ സപ്താഹങ്ങളിലെല്ലാം നമ്മൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങണം. പക്ഷെ ഇവിടെ അതല്ല, എല്ലാ ആൾക്കാരും തുല്യരായി നിലത്തിരുന്ന് ഭഗവാന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അപ്പോൾ ഇവിടെ കുറേ ജനങ്ങളുണ്ട് ഈ സദ്യ കഴിക്കാൻ. ഇങ്ങനെ ഇലയൊക്കെ ഇലയൊക്കെ നൽകുന്നു, അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു. നിലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ചാണ് ഗൈസ് കഴിക്കുന്നത്. അപ്പം ഈ അമ്പലത്തിന് ചുറ്റും മൊത്തം ആൾക്കാരാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒരു സൈഡിലെ മാത്രം എടുത്തുള്ളൂ, അപ്പുറത്തെ സൈഡിൽ പോകാൻ പറ്റിയില്ല. കാരണം അത്രയും തിരക്കായിരുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ആനച്ചമയമാണ്. നാളെ ഗജമേളയ്ക്ക് ആനകൾക്ക് നൽകാനുള്ള ആനച്ചമയമാണ്. ഇപ്പോഴും ആൾക്കാർ സദ്യക്കായി ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും നിലത്തിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗൈസ്. സദ്യ അങ്ങനെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഒരു കോടിയിൽ നിന്ന് ഇവിടെ നിന്ന് ആയിട്ടില്ല, എങ്കിലും വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അതിന് അടുത്ത് നിന്ന് ഏതാണ്ട് 3 മണി വരെ എങ്ങാണ്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ അത്രയും ജനത്തിരക്കായിരുന്നു ഗൈസ്. ചിലരുടെ തില കൊടുക്കുന്നതേ ഉള്ളൂ, ചിലരുടെ തില കഴിഞ്ഞിപ്പം ഓരോ സാധനങ്ങൾ വിളമ്പുന്നു. അതുപോലെ അതുകൊണ്ട് ഈ ഇലകളിലെല്ലാം സദ്യ വിളമ്പി തുടങ്ങി. ചോറായി, അവിയലായി. സദ്യ കഴിച്ച ആൾക്കാർ നീങ്ങുന്നുമുണ്ട്, സദ്യ കഴിക്കാനുള്ളവർ ചെല്ലുന്നുമുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ. അത്രയും ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നതൊക്കെ, ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഗോശാല കൃഷ്ണനെ കിട്ടിയ കുളത്തിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് നേദിക്കാനായി പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി പാട്ടും ഇതുമായിട്ട് ഭഗവാന്റെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പോകുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര തിരക്കാണ് ഗൈസ്. നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. എവിടെയെങ്കിലും നേരത്തെ ചെന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്കും തിരക്കാണ് ഗൈസ്.
നേരത്തെ കുളത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നവരുണ്ട്, സ്ഥലം പിടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് കുളം എത്തിയിരിക്കുന്നു. നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല, അത്രയും തിരക്കാണ്. എവിടെയെങ്കിലും അതേണ്ട ഇത് ആനക്കുട്ടൻ അവിടെ നിൽപ്പുണ്ട്. നാളത്തേക്കുള്ള ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് വരെയാണ് ഇത് കാണാനായിട്ട് തയ്യാറെടുക്കുന്നത്. മുകളിലൊക്കെ ആൾക്കാരായി ഗൈസ്. പിന്നെ അവിടെ കൊട്ടി തുടങ്ങാറായി. സോറി ഗൈസ്, കൊട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതേണ്ട കുളത്തിലേക്ക് ഭക്ഷണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ തീർത്ഥം കളിക്കുവാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ശരീരത്തിൽ തീർത്ഥം കളിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കോരി ആളുകൾ കുളത്തിൽ നിന്ന് വെള്ളം കോരി മേലിലേക്ക് ഇങ്ങനെ തളിക്കുന്നു. അപ്പം അമ്മയൊക്കെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. താഴെ നിന്നാൽ ഒന്നും കാണത്തോലും ഇല്ല ഗൈസ്. നമ്മളിപ്പം തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഭഗവാന്റെ പ്രസാദം കയ്യിൽ കൊടുക്കുകയും പിന്നെ എറിഞ്ഞ് ആൾക്കാർക്ക് നൽകുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ പായസം, ഉണ്ണിയപ്പം, പഴം എന്നിവയാണ്. പായസം കൈകളിൽ നൽകും, പഴവും ഉണ്ണിയപ്പം കൈകൾ കൊടുക്കുകയും ചെയ്യും, എറിഞ്ഞ് പിടിക്കുകയും ചെയ്യും ആൾക്കാർ. ഇതിൻ്റെ പഴം എറിഞ്ഞ് കൊടുക്കുന്നവന്ന് ഭയങ്കര ആളാണെങ്കിലും ഭയങ്കര ആൾക്കാരാട്ടോ. ഭഗവാന്റെ പ്രസാദം വാങ്ങാൻ ഭയങ്കര ആൾക്കാരാണ് ഗൈസ്. കണ്ട പഴം എറിഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മിക്കവർക്കും പഴങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ട്, പഴമുണ്ട്, പായസമുണ്ട്. പായസം കൈകളിലാണ് നൽകുന്നത്. കിട്ടിയവർ മാറുകയും കിട്ടാത്തവർ ചെല്ലുകയാണ്. ഇപ്പോൾ അവിടെ നിറയെ ആൾക്കാരാണ് ഗൈസ്. പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലന്റെ അമ്പലം കൂടാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് അമ്പലത്തിലെ വെളിയിലുള്ള കുളമാണെങ്കിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം എങ്ങനെയോ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ഗജമേള.